നമസ്കാരം. കോതമംഗലം വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും സമയബന്ധിതമായി റീസർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സർവേ നടപടികൾ കോതമംഗലം വില്ലേജിൽ ആരംഭിച്ചു. സർവേ നടപടികൾക്ക് ആന്റണി ജോൺ MLA തുടക്കം കുറിച്ചു. ഡിജിറ്റൽ റീസർവേയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കോതമംഗലം വില്ലേജിനെ സർവേ നടപടികൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കോതമംഗലം വില്ലേജ് ഉൾപ്പെടുന്ന 3335 ഹെക്ടറോളം വിസ്തീർണവും 37,600 വരുന്ന കൈവശങ്ങളും ഡിജിറ്റൽ സർവേ 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കോതമംഗലം സിവിൽ സ്റ്റേഷനിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. സർവേ ആരംഭിക്കുന്ന സ്ഥലങ്ങളിൽ സർവേ ഉദ്യോഗസ്ഥർ ഹാജരാകുമ്പോൾ ഭൂവുടമസ്ഥർ സർവേ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഭൂമിയുടെ അതിർത്തി കാണിച്ച് നൽകുകയും അവകാശ രേഖകൾ, കരം അടച്ച രസീത് എന്നിവയുടെ പകർപ്പ് നൽകുകയും ചെയ്ത് കുറ്റമറ്റ രീതിയിൽ ഡിജിറ്റൽ സർവേ ചെയ്യുന്നതിന് അവസരമൊരുക്കേണ്ടതാണ്. സർവേ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് MLA അഭ്യർത്ഥിച്ചു. കോതമംഗലം വില്ലേജിലെ സർവേ നടപടികൾ പൂർത്തിയായതിനു ശേഷം മണ്ഡലത്തിലെ മറ്റ് വില്ലേജുകൾ ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, KA നൌഷാദ്, KV തോമസ്, രമ്യ വിനോദ്, ബിൻസി തങ്കച്ചൻ, കൗൺസിലർമാരായ PR ഉണ്ണികൃഷ്ണൻ, സിജോ വർഗീസ്, എൽദോസ് പോൾ, സിബീസ് കറിയ, കോതമംഗലം വില്ലേജ് ഓഫീസർ ഫൗഷി MS, KP മോഹനൻ, ജോണി കുര്യപ്പ്, വിജേഷ് VL, പ്രസാദ് NK, ഫസ്റ്റ് ഗ്രേഡ് സർവേവർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഡിജിറ്റൽ സർവേയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുത്തിരുന്ന പല്ലാരിമംഗലം വില്ലേജിലെ സർവേ നടപടികൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്.